പുതിയ KPCC അധ്യക്ഷനെ ഈ മാസം തന്നെ പ്രഖ്യാപിക്കും. പാർലമെന്റ് സമ്മേളനം നാളെ കഴിയുന്നതോടുകൂടി ചർച്ചകൾ വേഗത്തിലാക്കാനാണ് ഹൈക്കമാൻഡിന്റെ നീക്കം. ഇന്നലെ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയ സണ്ണി ജോസഫ് പുതിയ അധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുതിർന്ന നേതാക്കളിൽ നിന്ന് ദീപദാസ് മുൻഷി അഭിപ്രായങ്ങൾ തേടും. അധ്യക്ഷ നിയമനത്തിൽ മുഖ്യമന്ത്രി VD സതീശന്റെ നിലപാട് നിർണായകമാകും. നോബിൾ മാരിക്കാരനുണ്ട് വിവരങ്ങൾ നൽകാൻ. നോബിൾ, വൈകിട്ടില്ല എന്നുള്ളതാണ് സണ്ണി ജോസഫ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ എല്ലാ കാര്യങ്ങൾ എന്നുള്ളതാണ് ഈ സംഘടനാ പ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നടക്കമുണ്ട്. ഇപ്പം ഈ പുനഃസംഘടനയൊക്കെ വൈകുന്നതിലെ കാര്യങ്ങളിലും അതൃപ്തി അടക്കം ഉള്ളിൽ പുകയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വേഗത്തിലുണ്ടാകുമോ നീക്കം? എന്താണ് മനസ്സിലാക്കുന്നത്? ഈ മാസം തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമോ അധ്യക്ഷനെ? KPCC പുനഃസംഘടന ഈ മാസത്തെ നടത്താനുള്ള നീക്കത്തിലാണ് ഹൈക്കമാൻഡ് ഉള്ളത്. പ്രത്യേകിച്ച് പാർലമെന്റ് സമ്മേളനം നാളെ അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞാൽ എത്രയും വേഗം ചർച്ചകൾ പൂർത്തിയാക്കാം എന്നൊരു നിലപാടിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് കേരള നേതാക്കൾ ദില്ലിയിലെത്തി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് ഇപ്പോൾ തുടരുകയും ചെയ്തത്. നിലവിലത്തെ KPCC അധ്യക്ഷനും മന്ത്രിയുമായ സണ്ണി ജോസഫ് ഇന്നലെ ദില്ലിയിൽ എത്തുകയും അദ്ദേഹം രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ തുടങ്ങിയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഈ കൂടിക്കാഴ്ചയിൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൃത്യമായി ചർച്ചയായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ല എന്നാണ് സണ്ണി ജോസഫ് ഇക്കാര്യത്തിലൊരു നിലപാട് അറിയിച്ചിരിക്കുന്നത്. പാർട്ടി പ്രവർത്തനത്തെ അത് പ്രത്യേകിച്ച് ബാധിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയം. അദ്ദേഹം മന്ത്രി കൂടിയാണ്. സ്വാഭാവികമായും പാർട്ടി പ്രവർത്തനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകാനുള്ള സമയം അദ്ദേഹത്തിനില്ലാത്ത ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എത്രയും വേഗം ഇത് പൂർത്തിയാക്കണം, KPCC അധ്യക്ഷനെ എത്രയും വേഗം നിശ്ചയിക്കണമെന്ന ആവശ്യം സണ്ണി ജോസഫ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പല പേരുകളുണ്ട് ഹൈക്കമാൻഡിന് മുന്നിൽ. പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ, കൊടിക്കുന്നിൽ സുരേഷ്, ആന്റണി, ബെന്നി ബെഹനാൻ, ജോസഫ് വാഴക്കൻ, മാത്യു കുള്ളൻ, അങ്ങനെ പല പേരുകളും സജീവമായി തന്നെ ചർച്ചയിൽ ഉണ്ട്. നിലവിൽ പല നേതാക്കളും നേരിട്ട് മല്ലികാർജ്ജുൻ ഖർഗെയോടൊക്കെ അവരുടെ താല്പര്യങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നേതാക്കളോടൊക്കെ എന്തായാലും KC വേണുഗോപാലുമായി ചർച്ച നടത്താൻ, KC വേണുഗോപാലുമായി വിഷയത്തിൽ ചർച്ച നടത്താനുള്ള നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നു. അതാണെങ്കിലും ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ KPCC അധ്യക്ഷനെ പ്രഖ്യാപിക്കാനുള്ള നീക്കം, ഒരുപക്ഷെ ഈ മാസം തന്നെ പ്രഖ്യാപിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ദീപദാസ് മുൻഷി സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സർക്കാരുമായി യോജിച്ചു പോകുന്ന ഒരാൾ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിക്കാൻ തന്നെയായിരിക്കും ഇപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനം. പ്രത്യേകിച്ച് VD സതീശൻ നിലപാടൊക്കെ അതിൽ ഏറ്റവും നിർണായകമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാക്കി ചർച്ചകൾ പൂർത്തിയാക്കുക. ആവശ്യമെങ്കിൽ മുതിർന്ന നേതാക്കളെ ദില്ലിക്ക് വിളിപ്പിക്കാനും സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.